In this video, we will discuss the factors which affect the bearing capacity. നമുക്ക് ഫൂട്ടിങ്ങിൻ്റെ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കപ്പാസിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 പോയിൻറ്റ്സ് ഉണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി, വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്, ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ്, യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ ആൻഡ് പൊസിഷൻ ഓഫ് വാട്ടർ ടേബിൾ. ഈ ടേംസിനകത്ത് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ GT1 പഠിച്ചൊരു ടേമാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അതിൻ്റെ ഇക്വേഷൻ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും. അതിൻ്റെ നൊട്ടേഷൻ I∑D ആണ്. ID = E max minus E natural by E max minus E minimum. ഓക്കെ, അപ്പോൾ വോയിഡ് റേഷ്യോൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചുള്ളൊരു ടേമാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പം ഈ പറഞ്ഞ റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഫൈ വാല്യൂ കൂടും. ഫൈ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മുടെ NC, NQ, N-ഗാമ, അതായത് ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് അതിന് ചേഞ്ച് വരും. അപ്പം ബിയറിംഗ് കപ്പാസിറ്റി കൂടും എപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ കൂടുമ്പോഴത്തേനും കറസ്പോണ്ടിങ് ആയിട്ട് ബിയറിംഗ് കപ്പാസിറ്റിയുടെ വാല്യൂ കൂടും. അപ്പം അതനുസരിച്ച് റിലേറ്റീവ് ഡെൻസിറ്റിയും കൂടും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വിഡ്ത്ത് ഓഫ് ഫൂട്ടിങ്. നമ്മുടെ ഇക്വേഷനടുത്ത് വിഡ്ത്ത് ഓഫ് ഫൂട്ടിങ് വരുന്നിടത്ത് നമുക്കറിയാം ആ ടേം വരുമ്പോഴത്തേനും വിഡ്ത്ത് ഓഫ് ഫൂട്ടിങ്ങിൻ്റെ ടേം മൾട്ടിപ്ലിക്കേഷനിലാണ് വരുന്നത്. അതായത് 0.5 P-ഗാമ N-ഗാമ എന്ന് വരുന്ന കേസിൽ വിഡ്ത്ത് കൂടുന്ന കേസിൽ ആ ടേം മൊത്തത്തിൽ കൂടുകയാണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ബിയറിംഗ് കപ്പാസിറ്റിയുടെ വാല്യൂ ഫൂട്ടിങ്ങിൻ്റെ കപ്പാസിറ്റി വാല്യൂസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡെപ്ത് ഓഫ് ഫൂട്ടിങ്. ഡെപ്തിൻ്റെയും ടേം അത് തന്നെയാണ്. 0.5 B-ഗാമ N-ഗാമ എന്ന് പറഞ്ഞ പോലെ തന്നെ CNC പ്ലസ് ഗാമ DF/NQ. അപ്പം ആ ടേമും ഈ പറഞ്ഞ പോലെ ഓവറോൾ സർചാർജ് വാല്യൂ ഗാമ ഇൻറ്റു DF എന്നൊരു വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫൂട്ടിംഗ് കപ്പാസിറ്റിയും കൂടും. യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ. അപ്പം നമ്മുടെ യൂഷ്വൽ യൂണിറ്റ് വെയ്റ്റ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 to 21 അപ്പം ഹയർ യൂണിറ്റ് വെയ്റ്റ് ഉള്ള സോയിലിന് അതിൽ പണിതേക്കുന്ന ഫൂട്ടിങ്ങിന് ഹയർ കപ്പാസിറ്റി കാണും. ലാസ്റ്റ് വൺ, പൊസിഷൻ ഓഫ് വാട്ടർ ടേബിൾ. വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമുക്കറിയാം, നമ്മൾ കുറേ വേരിയേഷൻസ് നോക്കിയായിരുന്നു. അപ്പം ഗ്രൗണ്ട് ലെവലിലേക്കൊക്കെ വാട്ടർ ടേബിൾ കയറി വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദ ബിയറിംഗ് കപ്പാസിറ്റി ഓൾമോസ്റ്റ് 50% റെഡ്യൂസ് ആകാൻ ചാൻസ് ഉണ്ട് വെൻ ദ വാട്ടർ ടേബിൾ കംസ് അപ്പ് ടു ഗ്രൗണ്ട് ലെവൽ. അപ്പം പൊസിഷൻ ഓഫ് വാട്ടർ ടേബിൾ അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഒരു ഹെഡിങ് ആണ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫൗണ്ടേഷൻ. സെറ്റിൽമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ സ്ട്രക്ചർ. വോളിയം ഡിക്രീസ് ആകുന്നതനുസരിച്ച് നമ്മുടെ സ്ട്രക്ചർ, നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ പ്ലസ് സബ് സ്ട്രക്ചർ ഒരുമിച്ച് ഈ പറഞ്ഞ പോലെ മൂവ്മെൻറ്റ് ഉണ്ടാകുക, അതും വെർട്ടിക്കൽ ഡയറക്ഷനിൽ താഴേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകുക. ആ ഒരു കേസാണ് നമ്മുടെ സെറ്റിൽമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ സെറ്റിൽമെൻറ്റിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. സെറ്റിൽമെൻറ്റ് ലീഡ്സ് ടു ക്രാക്സ്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് സെറ്റിൽമെൻറ്റ്. ക്ലേ സോയിലിനകത്ത് സെറ്റിൽമെൻറ്റ് വളരെ പതുക്കെയും സാൻഡി സോയിലിനകത്ത് പെട്ടെന്ന് കുറച്ചായിരിക്കും സംഭവിക്കുക. ഓക്കെ, അപ്പം സെറ്റിൽമെൻറ്റ് സംഭവിക്കുന്ന കാരണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് വെയ്റ്റും ലൈവിലൂടെ വരുമ്പോഴത്തേനും നമ്മുടെ സോയിലിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തെ ഉള്ള സെറ്റ് ഓഫ് വാല്യൂസ് വരുമ്പോഴത്തേനും ഡിഫോൾട്ടായിട്ട് നമ്മുടെ സെറ്റിൽമെൻറ്റ് ഓഫ് സോയിൽ ഹാപ്പൻസ്. അതനുസരിച്ച് ഫൗണ്ടേഷനും സെറ്റിലാവും. അപ്പം ഈ പറഞ്ഞ ചേഞ്ച് ഇൻ വോളിയം ഒന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് സോയിൽ ഗ്രെയിൻസ് അടുത്തേക്ക് വരുന്ന കേസിലാണ് ഈ പറഞ്ഞ സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനിയിപ്പം ജനറൽ ടൈപ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് രണ്ടെണ്ണമാണ്: ഡിഫറൻഷ്യൽ ആൻഡ് യൂണിഫോം സെറ്റിൽമെൻറ്റ്. ഓക്കെ, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ആൻഡ് യൂണിഫോം സെറ്റിൽമെൻറ്റ്. ഡിഫറൻഷ്യൽ നമുക്ക് പേര് കേൾക്കുമ്പോഴത്തേനും അറിയാം, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ബിൽഡിംഗ് ഡിഫറെൻറ്റ് റേറ്റ്സിൽ സെറ്റിൽമെൻറ്റ് അർത്ഥമാണെങ്കിൽ, അപ്പോൾ സെറ്റിൽമെൻറ്റ് ഒക്കേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. അപ്പം ഓരോ പാർട്ടും ഡിഫറെൻ്റ് ആയിരിക്കും ആ പറഞ്ഞ സെറ്റിൽമെൻറ്റിനകത്ത് ഈ പറഞ്ഞ ഇൻറ്റൻസിറ്റി വരുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ കണ്ടീഷൻസ് ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ താഴെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ സോയിൽ ടൈപ്സ് ആകുമ്പോഴത്തേക്കും കറസ്പോണ്ടിങ് ചില സോയിലിന് ചിലപ്പോൾ കൂടുതൽ സെറ്റിൽ ചെയ്യാൻ ചാൻസ് ഉണ്ടായിരിക്കും, അവിടെ സെറ്റിൽമെൻറ്റ് കൂടുതൽ വരും. മറ്റേടത്ത് ചിലപ്പം സ്റ്റേബിൾ ആയിരിക്കും, അവിടെ പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് പ്രപ്പോർഷൻസിൽ സെറ്റിൽമെൻറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസാണ് നമ്മുടെ ഡിഫറൻറ്റ് സെറ്റിൽമെൻറ്റ്. യൂണിഫോം വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റിൽമെൻറ്റ് നടന്നു, പക്ഷേ യൂണിഫോമായിട്ട് മൊത്തത്തിലാണ് നമ്മുടെ
സെറ്റിൽമെൻറ്റ് നടന്നത്. ആ കേസാണ് യൂണിഫോം സെറ്റിൽമെൻറ്റ്. ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. നെക്സ്റ്റ് വൺ ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3: ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, കൺസോളേഷൻ സെറ്റിൽമെൻറ്റ് ആൻഡ് സെക്കൻഡറി കൺസോളേഷൻ സെറ്റിൽമെൻറ്റ്. SI, SC ആൻഡ് SS, ഇങ്ങനെ 3. നമ്മൾ GT1 ഈ സെക്കൻഡ് ടേം കൺസോളേഷൻ സെറ്റിൽമെൻറ്റ് പഠിച്ചാൽ ഇക്വേഷനൊക്കെ പഠിച്ചാൽ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴത്തേനും ആ ഇക്വേഷൻസ് നമുക്ക് വീണ്ടും പഠിക്കാം. അപ്പം ഇത് 3 ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റിൽമെൻറ്റിനകത്ത് ഡിഫറെൻറ്റ് സമയങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഫൈനലി ടോട്ടൽ സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ 3ൻ്റെ സമേഷനാണ് SI + SC + SS. ഇത് ഓർത്തിരിക്കുക. ന്യൂമറിക്കൽസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതൊരു ആപ്ലിക്കേഷനായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം കോസ് ഓഫ് സെറ്റിൽമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അൺഈവൻ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, ഡിഫറെൻറ്റ് ലോഡ്സ്, വാട്ടർ ടേബിളിൻ്റെ വേരിയേഷൻ, ഫൗണ്ടേഷൻ സോയിൽ ഭയങ്കര കംപ്രസിബിൾ ആവുക, എർത്ത് ക്വേക്ക് ആൻഡ് അതർ ലോഡ്സ്, ഫ്ലഡ്സ്, പിന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ, വാട്ടർ വരുമ്പം എക്സ്പാൻഷനും വാട്ടർ പോകുമ്പം വാട്ടർ പോകുമ്പോൾ കോൺട്രാക്ഷൻ സംഭവിക്കുന്ന ബ്ലാക്ക് കോട്ടൺ സോയിലായ എക്സ്പാൻസീവ് സോയിൽസ്. അപ്പം ഈ ടൈപ്പ് സോയിൽസൊക്കെ ആണെങ്കിലും സെറ്റിൽമെൻറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മേജർ കോസ് ഓഫ് സെറ്റിൽമെൻറ്റാണ്. 4-5 പോയിൻറ്റ്സ് ഉണ്ട്. ഇനിയിപ്പം റെമഡിയൽ മെഷേഴ്സ്, ഈ സെറ്റിൽമെൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ യൂണിഫോം സെറ്റിൽമെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സാണ്. നമുക്ക് ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. കോമ്പാക്ഷൻ ഓഫ് സോയിൽ, നമ്മൾ GT1 പഠിച്ച കോമ്പാക്ഷൻ ഉണ്ട്. പ്രോപ്പർ ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ ദ നമ്മുടെ വരുന്ന ലോഡ് അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമുക്ക് എവിടെയാണോ കൂടുതൽ പറഞ്ഞ ലോഡ് വരുന്നത് അവിടെ നമുക്ക് അതനുസരിച്ചുള്ള ഫൗണ്ടേഷൻ കൊടുക്കാം. ആ ടൈപ്പ് ചെയ്യാം. ഡീവാട്ടറിങ് ഓഫ് ഫൗണ്ടേഷൻ, വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് പമ്പിങ് ഔട്ട് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഡീവാട്ടർ ചെയ്ത് നമുക്ക് ഫൗണ്ടേഷനെ സ്റ്റേബിളാക്കാം. പിന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് സോയിൽ, എവിടെയൊക്കെ പറ്റുമെങ്കിൽ കംപ്രസിബിൾ സോയിൽസ് ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുക. പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഫൗണ്ടേഷൻസ് എസ്പെഷ്യലി ഫോർ ബ്ലാക്ക് കോട്ടൺ സോയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ എർത്ത് ക്വേക്ക് ആൻഡ് അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് വരുന്ന കേസിൽ അതിന് വേണ്ടിയുള്ള ടൈപ്പ് ഓഫ് ഡിസൈൻ സ്ട്രക്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പ്രീ കൺസോൾട്ടേഷൻ ഓഫ് ദ ബിൽഡിംഗ് നമുക്ക് കൊടുക്കാം. ബാക്കി എസെൻട്രിക് ലോഡിങ് പോലത്തെ ലോഡ്സൊക്കെ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ പണ്ട് പഠിച്ച പോലെ ടൈപ്പുള്ള പൈൽ ഫൗണ്ടേഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം റെമഡിയൽ മെഷേഴ്സ് ഫോർ ദിസ് റെഡ്യൂസിങ് ദ സെറ്റിൽമെൻ്റ് ആണ്. ഓക്കെ, ബാക്കി നമുക്ക് ന്യൂമറിക്കൽസൊക്കെ നമുക്ക് ലൈവ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം.